വാത്സല്യ സഹോദരി സഹോദരന്മാരെ, അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ഈ ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിനാളിന് ഒരുക്കമായിട്ടുള്ള 8 നോമ്പ് ആചരണത്തിൽ നാം ഏർപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ സമൃദ്ധമായി ചൊരിയപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അമ്മയുടെ സഹായം അപേക്ഷിക്കുകയും ചെയ്യാം. മാർത്തോമ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം 8 നോമ്പ് തിരുനാൾ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ വളർച്ചയിൽ വളരെയേറെ നമ്മെ സഹായിക്കുന്ന, നമുക്ക് കൃപകൾ ചൊരിയുന്ന ഒരു വലിയ ആചരണമാണ്. അത് കൂടുതൽ തീവ്രതയോടും താല്പര്യത്തോടു കൂടി നമ്മുടെ ദേവാലയങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നു, അനുഷ്ഠിക്കപ്പെടുന്നു, ആചരിക്കപ്പെടുന്നു എന്നുള്ളത് വലിയ സന്തോഷദായകമായ കാര്യമാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിന് ഒരുക്കമായിട്ട് നമ്മൾ 8 ദിവസങ്ങൾ പ്രകാരം പ്രത്യേകമായ പ്രാർത്ഥനയും ഉപവാസവും ദൈവവചന ധ്യാനവുമായി ചെലവഴിക്കുന്നത് ഏറെ ഉചിതമാണ്. കാരണം ദൈവവചനത്തിലേക്ക് കടമടിക്കുമ്പോൾ നാം എന്താണ് കാണുന്നത്? ദൈവം എത്രയോ നൂറ്റാണ്ട് കാലം പരിശുദ്ധ കന്യകയുടെ ജനനത്തിനായി വഴിയൊരുക്കി കാത്തിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ ഹവ്വായും ആദവും പാപം ചെയ്ത് പുറത്താകുന്ന അവസരത്തിൽ കർത്താവ് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്. സർപ്പത്തോട് അവൻ പറയുന്നു, നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലുള്ള ശത്രുത വർദ്ധിപ്പിക്കും, നിന്റെ തല അവൾ തകർക്കുമെന്ന് പറയുന്നു. അപ്പോൾ പാപത്തെ നശിപ്പിക്കുവാനായി, പാപത്തെ ഇല്ലായ്മ ചെയ്യുവാനായി, അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ നഷ്ടമായ രക്ഷ മനുഷ്യവംശത്തിന് വീണ്ടും നൽകുവാനായി ദൈവം അവിടെ വെച്ച് തന്നെ പദ്ധതിയിട്ട ഒരു വലിയ രക്ഷാകരത്തിന്റെ ഇങ്ങേ അറ്റത്തുള്ള കണ്ണിയാണ് പരിശുദ്ധ കന്യകാമറിയം. നൂറ്റാണ്ടുകൾ പ്രവാചകന്മാരിലൂടെ തന്റെ ജനത്തെ ദൈവം ഒരുക്കി തന്റെ തിരുക്കുമാരന് ജനിക്കുവാൻ വേണ്ടി പരിശുദ്ധ കന്യകയ്ക്ക് ഭൂമിയിൽ ജന്മം നൽകിയപ്പോൾ അവളെ ജന്മപാപത്തിന്റെ കറയേൽക്കാതെ ജനിക്കുവാൻ ദൈവം അനുവദിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ ശ്രദ്ധേയമായ പരിപാലനയുടെ മനോഹരമായ ഒരു ചിത്രമായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജനനത്തിനായിട്ട് നൂറ്റാണ്ടുകളിലൂടെ തന്റെ ജനത്തെ ഒരുക്കിയ ദൈവത്തിന്റെ ആ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരുക്കത്തിലാണ് ഈ 8 നോമ്പിൽ നമ്മൾ ഓരോരുത്തരും പങ്കുചേരുക. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിനായിട്ട് നാം ഒരുങ്ങുക, അതിനായി പ്രാർത്ഥിക്കുകയും അമ്മയെ തന്നെ ഒരുക്കുകയും ചെയ്യുക. സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ സ്നേഹവും അമ്മയോടുള്ള നമ്മുടെ ആ ഒരു വലിയ വിശ്വസ്തതയും നമ്മുടെ സഭയിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും ശക്തമായ കോട്ടയായി നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് നന്ദിയോടെ അനുസ്മരിക്കാം. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പകർന്നു നൽകിയ ഈ വിശ്വാസ പൈതൃകത്തിൽ പരിശുദ്ധ അമ്മയെ എത്രയോ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടിയാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പരിശുദ്ധ അമ്മയിൽ നിന്ന് അകന്ന ഒരു വിശ്വാസമല്ല, അമ്മയോട് കൂടി ദൈവത്തെ പ്രഘോഷിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന്റെ ഹൃദയത്തെ അർപ്പിക്കുന്ന ഒരു വിശ്വാസ പൈതൃകത്തിന്റെ ഉടമകളാണ് നാം ഓരോരുത്തരും. നമുക്കതിന് ദൈവത്തിന് നന്ദി പറയാം. കാലത്തിന്റെ കുത്തൊഴുക്കില് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിശ്വാസത്തിന് ക്ഷതം സംഭവിച്ച സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസം ദീപം അണയാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചുവെങ്കിൽ അതിന് വലിയ ഒരു കാരണം പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ആത്മാർത്ഥമായ ബന്ധമാണ്, അമ്മയോടുള്ള നമ്മുടെ
വിശ്വാസത്തിൽ കഴിയുന്ന ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരെ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് അടർത്തി മാറ്റുവാനോ അവരുടെ വിശ്വാസം ദുർബലമാക്കുവാനോ തെറ്റായ വഴികളിലേക്ക് അവരെ നയിക്കുവാനോ ആർക്കും ഒരിക്കലും സാധിക്കുകയില്ല. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് ചെറുകിലാണ് കേരള സഭ അതിന്റെ ക്രൈസ്തവ വിശ്വാസം നൂറ്റാണ്ടുകളിലൂടെ പരിപോഷിപ്പിച്ചതിനുള്ള യാഥാർത്ഥ്യം അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജനനത്തിനായി പങ്കെടുക്കുന്നവരായ നാം ഓരോരുത്തരും ഏത് സാഹചര്യത്തിലും ഏത് ചുറ്റുപാടിലും പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ അഗാധമായ ഈ ബന്ധത്തിന് അല്പം പോലും ഇടിവ് തട്ടാതിരിക്കുവാൻ കുറവ് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ദൈവം നമുക്കായി നൽകുന്ന നന്മയുടെ വഴിയിലൂടെ രക്ഷയുടെ പാതയിലൂടെ മുന്നേറുവാനും നമുക്ക് സാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മക്കൾക്കുള്ള വിധേയത്വവും സ്നേഹവും ബഹുമാനാദരവുകളും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ വളർത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന വലിയ അനുഗ്രഹമാണ്, അമൂല്യമായ പൈതൃകമാണ്. ഈ പൈതൃകത്തെയാണ് ഈ തിരുനാൾ ആഘോഷത്തിലൂടെയും ഒരിക്കൽ കൂടി ശക്തിപ്പെടുത്തുവാനായിട്ട് നാം പരിശ്രമിക്കുക. നമുക്കറിയാമല്ലോ, പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ ഒക്ടോബർ മാസം 11-ാം തീയതി മുതൽ ആരംഭിക്കുന്ന വിശ്വാസ വർഷം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മുടെ സഭയെ വിശ്വാസത്തിന്റെ വഴികളിലൂടെ ശക്തിയായി നയിക്കുവാനും വിശ്വാസത്തിന്റെ പാതയിൽ മുന്നേറുവാനുള്ള പ്രചോദനം നൽകുവാനുള്ള ഒരു വലിയ ശക്തി കേന്ദ്രമായിട്ടാണ് വിശ്വാസ വർഷം പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശ്വാസത്തിന്റെ വാതിലിലൂടെ കടന്ന് ജീവിതത്തെ മുഴുവൻ ദൈവികമായ വെളിച്ചത്തിൽ നോക്കിക്കാണുവാൻ നമ്മെ സഹായിക്കുന്ന ക്രൈസ്തവ ജീവിതത്തിൽ നാം വളരുവാൻ ആവശ്യമായിട്ടുള്ള ഒരു അവസരമായിട്ട് അനുഗ്രഹമായിട്ടാണ് പരിശുദ്ധ പിതാവ് നമുക്ക് ഈ വിശ്വാസ വർഷം നൽകിയിരിക്കുന്നത്. ഈ വിശ്വാസ വർഷ ആചരണത്തിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ വിശ്വാസത്തെ നാം ശക്തിപ്പെടുത്തുകയും നമ്മുടെ വിശ്വാസ വഴികളിൽ നാം കരുത്താക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും വിശ്വാസ വർഷത്തിന് ഒരുക്കമായിട്ട് നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ 8 നോമ്പ് നമ്മുടെ വിശ്വാസത്തെ വളർത്തുകയും ബലപ്പെടുത്തുകയും അതിനെ ബലഹീനമാക്കുന്ന സാഹചര്യങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തിന്റെ വഴികളിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് ശക്തി പകരുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, 8 നോമ്പ് ആചരണത്തെപ്പറ്റി ചിന്തിക്കുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏതാനും ചിന്തകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾ എത്രയോ താല്പര്യത്തോടും ശ്രദ്ധയോടും കൂടിയാണ് 8 നോമ്പ് ആചരണത്തിൽ പ്രത്യേകമായി പങ്കെടുക്കുന്നത് എന്ന്. 3 കാര്യങ്ങൾ ഈ 8 നോമ്പ് ആചരണത്തിലൂടെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ കരുത്ത് പകരുവാനായിട്ട് നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധ വെച്ചിരുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓരോരുത്തരുടെയും ജീവിത വിശുദ്ധി. 8 നോമ്പ് ആചരിക്കുന്നവരായ ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് പര്യാലോചന നടത്തുകയും ജീവിതം വിശുദ്ധിയുടെ വഴിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നതായിട്ടുള്ളത് ഈ നോമ്പാചരണത്തിന്റെ ഒരു വലിയ പ്രത്യേകമായ സവിശേഷതയാണ്. ജന്മപാപമില്ലാതെ ജനിച്ച പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള ചിന്തയിലും ധ്യാനത്തിലും നമ്മുടെ ജീവിതങ്ങളും പാപക്കറകളിൽ നിന്ന് മോചിതമായി നന്മയുടെ വിശുദ്ധിയുടെ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള പരിശ്രമവും അതിനായുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും തീക്ഷ്ണമായ പ്രാർത്ഥനയും 8 നോമ്പ് ആചരണത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. തീർച്ചയായും ജീവിത വിശുദ്ധി എന്നുള്ളത് ക്രൈസ്തവ ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള സംഗതിയാണ്. ജീവിത വിശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമ്മുടെ പരിചയത്തിനായി നൽകപ്പെട്ട സുവിശേഷ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ക്രൈസ്തവ ജീവിതത്തിന്റെ വിശുദ്ധി എന്ന് മലയിലെ പ്രസംഗത്തിന്റെ ആ ചെറിയ പതിപ്പിലൂടെ വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ക്ലേശങ്ങളുടെയും കുരിശുകളുടെയും മധ്യത്തിൽ പകർന്ന ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ലോകത്തിന്റെ പരിഹാസങ്ങളെയും പ്രഹസനങ്ങളെയും അതിജീവിച്ച് ദൈവത്തിൽ
ദൈവകൃപ നിറഞ്ഞവരെയുള്ള മാലാഖയുടെ ആഹ്വാനം ഏതെല്ലാം ക്ലേശങ്ങളുടെ വഴിയിലൂടെയാണ് തന്നെ നയിക്കാതിരിക്കുന്നത് എന്നുള്ള ആ ഒരു സത്യം ഗ്രഹിച്ചുകൊണ്ട് ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി തന്നെ തന്നെ സമർപ്പിച്ച പരിശുദ്ധ ജീവിത വിശുദ്ധിയുടെ മനോഹരമായ ഒരു മാതൃകയായി നമ്മുടെ മുമ്പിൽ വിരാജിക്കുമ്പോൾ കിട്ടുന്നു പാലനത്തിലൂടെ നാം ലക്ഷ്യം വയ്ക്കുന്ന ജീവിത വിശുദ്ധിക്കായുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും പരിശ്രമവും തിന്മയിൽ നിന്നും പാപത്തിന്റെ കരങ്ങളിൽ നിന്നും മോചിതരായി നന്മയുടെ ചൈതന്യത്തിലേക്ക് വളരുവാനുള്ള പരിശ്രമവും നടത്തിക്കൊണ്ടാവണം നമ്മുടെ ഏറ്റവും നമുക്ക് അർത്ഥപൂർണ്ണമാക്കേണ്ടത്. ജീവിത വിശുദ്ധിയോടൊപ്പം കുടുംബ ജീവിതത്തിന്റെ വിശുദ്ധിയും എട്ടുനോ ആചരണത്തിന് പ്രത്യേകമായ ശ്രദ്ധ നൽകിക്കുന്ന ഒന്നാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ദാമ്പത്യ വിശുദ്ധിയുടെ മനോഹരമായ ഒരു അനുസരണവും ഒരു പുനഃസമർപ്പണവും എട്ടുനോ ആചരണത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. നമുക്കറിയാം, ആധുനിക ലോകം കുടുംബജീവിതത്തിനെതിരെ ഉയർത്തുന്ന നിരവധിയായ വെല്ലുവിളികളുടെ മുമ്പിൽ വിശ്വസ്തമായ ദാമ്പത്യ ജീവിതത്തിലുള്ളത് ക്രൈസ്തവ